അച്ഛനെന്തോ ഒന്നും പറയാത്തത്? പെട്ടെന്ന് ഇങ്ങനെ ബോധം കെട്ട് വീഴണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. എന്താ ഗൗതം ഇത്? ഏട്ടന് നീ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ? ഏട്ടൻ റെസ്റ്റ് എടുക്കട്ടെ. എങ്കിൽ അമ്മ തന്നെ പറ. അമ്മയല്ലേ അച്ഛനെ വിളിച്ച് പുറത്തു കൊണ്ടുപോയത്? നിങ്ങൾ പുറത്തു പോയിട്ട് എന്താ സംസാരിച്ചത്? അമ്മയ്ക്ക് മറുപടി ഒന്നും ഇല്ല പറയാൻ. അച്ഛനെയും കൂട്ടി പുറത്തുപോയി അമ്മ എന്താ സംസാരിച്ചത്? ഓ, ഇതൊക്കെ എന്നോട് ചോദിക്കണമെന്ന് നിന്റെ ഭാര്യ നിന്നെ പറഞ്ഞ് ചട്ടം കെട്ടിയതായിരിക്കും അല്ലേ? നോക്കേണ്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ഞാൻ പറയുന്നതനുസരിച്ചാണോ ഗൗതം ജീവിക്കുന്നത്? ഗൗതം ഇപ്പൊ ചോദിച്ചതിൽ എന്താ തെറ്റ്? ഇതൊക്കെ ആർക്കായാലും തോന്നുന്ന സംശയങ്ങളല്ലേ? അച്ഛൻ ആന്റിയുടെ കൂടെയാണ് പുറത്തു പോയത്. പിന്നെ അച്ഛനെ കാണുന്നത് നെഞ്ചുവേദന വന്ന് ബോധം കെട്ട് ഒരു സ്ഥലത്ത് കിടക്കുന്നതാ. ഭാഗ്യത്തിന് മാത്രമാണ് എന്റെ കണ്ണിൽ പെട്ടതും രക്ഷപ്പെടുത്താനായതും. സ്വാഭാവികമായി അവിടെ എന്താ സംഭവിച്ചെന്ന് ആരായാലും ചോദിക്കും. അച്ഛനെയും കൊണ്ട് അവിടേക്ക് എന്തിനു പോയി എന്നും അവിടെ എന്താണ് സംസാരിച്ചതെന്നും പറയാൻ ആന്റിക്ക് എന്താ ഇത്ര മടി? എന്തായാലും അമ്മയ്ക്ക് അതങ്ങ് പറഞ്ഞാ പോരെ? എന്താ ഇവള് പറഞ്ഞത് കേട്ടിട്ട് നീയും എന്നെ സംശയിക്കുകയാണോ? സംശയിക്കുന്നതൊന്നുമില്ല, കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ലേ. സംശയം തോന്നുന്ന പ്രവൃത്തികൾ ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ എന്നെ എന്താ സംശയമാണോ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല ആന്റി. നിന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ഒരാവശ്യവും എനിക്കില്ല. എന്റെ ചോദ്യത്തിന് ആന്റി മറുപടി പറയണ്ട. പക്ഷേ ആന്റിയുടെ മകൻ ചോദിച്ചതിനുള്ള ഉത്തരം ആന്റി കൊടുക്കണം. വസുന്ധര പറയുന്നില്ലെങ്കിൽ വേണ്ട. ഗോപേട്ടെങ്കിലും ഒന്ന് പറ, എന്താ ഉണ്ടായത്? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താണ് സംസാരിച്ചതെന്നും എന്തിനാ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയതെന്നും അറിയാനുള്ള അവകാശം ഈ വീട്ടിൽ വേറെ ആർക്കും ഇല്ലേ? എന്തിനെങ്ങനെ മടിക്കുന്നത്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വസു വേണ്ട, ഞാൻ പറഞ്ഞോളാം.